ക്ലാസ് 8 പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ? ഇത്തവണത്തെ പബ്ലിക് എക്സാമിന് നല്ല മാർക്കൊക്കെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ കാര്യമായിട്ടൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ടാണ് മിസ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലി ഒരു അടിപൊളി ക്രാഷ് ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മിസ് പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കാതെ ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു വീഡിയോ അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഇത് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ചില ചാപ്റ്റേഴ്സൊക്കെ തീരെ പഠിക്കാത്തതുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. അപ്പോൾ അങ്ങനെ പല ചാപ്റ്റേഴ്സ് നമ്മൾ കുറച്ച് പഠിച്ചതും കുറേ പഠിച്ചതും മറന്നുപോയിട്ടും അല്ലെങ്കിൽ തീരെ പഠിക്കാത്തതായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും, അതായത് ആദ്യം മുതലുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് അതിങ്ങനെ നേരത്തെ ഇങ്ങനെ വലിച്ചു നീട്ടിയുള്ള ക്ലാസ്സുകളൊന്നും ആയിരിക്കില്ല. എക്സാം ഫോക്കസ് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് വീണ്ടും പുതുതായിട്ട്, പഴയ ക്ലാസ്സുകളല്ല തരുന്നത്, പുതുതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ, ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകളാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ ഒന്നും പഠിക്കാത്ത ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള അടിപൊളി ക്ലാസ്സുകളായിരിക്കും, സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആയിരിക്കും. ജസ്റ്റ് ഒരു വട്ടം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ പഠിച്ചു, അത് മാത്രം മതിയോ? പോരാ, നമുക്ക് അതിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് അറിയണം അല്ലേ? അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ടോപ്പിക്കിൽ നിന്നും വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളും കൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഫുള്ള് സെറ്റായിരിക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുവിധം എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒന്നും കൂടെ എക്സ്ട്രാ തരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക് ഷീറ്റുകൾ തരുന്നതാണ്. അതായത് വർക്ക് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഇനി ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞു, അത് നമുക്ക് മനസ്സിലായെന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് നടത്തുന്നതായിരിക്കും. പിന്നെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് നടന്നുപോയി. ഇനി നമ്മൾ ശരിക്കുള്ള എക്സാം എഴുതാൻ പോവാണ്, നമ്മുടെ പബ്ലിക് എക്സാം ഒക്കെ എഴുതാൻ പോവാണ്. പക്ഷേ ഒറ്റയടിക്ക് നേരെ പബ്ലിക് എക്സാം എഴുതാനായിട്ട് മുന്നേ തന്നെ നമ്മൾ പറയില്ലേ, ചേട്ടാ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്യാൻ തരുമോ എന്നൊക്കെ ചില സാധനങ്ങളൊക്കെ നമ്മൾ ചോദിക്കില്ലേ, എന്നിട്ട് നമുക്ക് ശരിക്കുള്ളല്ലേ കടക്കാം എന്നൊക്കെ പറയാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ആ ഒരു പബ്ലിക് എക്സാം എന്താണ്, അതെങ്ങനെ എഴുതണം, ടൈമൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡൽ എക്സാമും കൂടെ നടത്തുന്നതായിരിക്കും. ഓക്കെ, അതോടുകൂടെ സെറ്റായിരിക്കും എൻ്റെ കുട്ടികൾക്ക് നല്ല ധൈര്യമായിട്ട് കോൺഫിഡൻസോട് കൂടെ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട്, എക്സാം ഹാളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ് നോക്കി കഴിഞ്ഞാൽ ഇതൊരൊന്നും പഠിക്കാത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബേസിക്സ് ടു അഡ്വാൻസ് ലെവലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ തിയറി പോർഷൻ മാത്രമല്ല, നമ്മൾ പറഞ്ഞില്ലേ, തിയറിയും പ്ലസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള റിവിഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. കുറേ നീട്ടി പരത്തിയിട്ട് ക്ലാസ്സുകളായിരിക്കില്ല, എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള റിവിഷൻ ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എന്തായിരിക്കും ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കണം, എന്നാലാണ് നമുക്ക് ആ ഒരു എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ള ആ ഒരു ലെവൽ നമുക്ക് എത്തുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നത്, പഴയ പാറ്റേൺ അല്ല, പാറ്റേൺ ഒക്കെ നല്ലോണം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. സോ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നുണ്ടായിരിക്കുക. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു ഗൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗൈഡിൽ ഒരു ഉത്തരം ഉണ്ടായിരിക്കും. പക്ഷെ പലർക്കും അത് ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസിൽ അതെങ്ങനെയാണ് മിസ്സേ അവിടേക്ക് വന്നത്, ആ പെട്ടെന്ന് ഇപ്പോൾ സ്റ്റെപ്പ് കയറി വന്നല്ലോ, അതിപ്പോൾ എങ്ങനെയാണ് വന്നത്, ഇങ്ങനെ പല ഡൗട്ടുകൾ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ഓരോ ചാപ്റ്റർ എടുക്കുന്ന ടീച്ചേഴ്സ് തന്നെയായിരിക്കും ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുന്നുണ്ടായിരിക്കുക. അതിലെല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എക്സാം സ്ട്രാറ്റജീസ്, അതായത് കുറച്ച് കോഡൊക്കെ വേണ്ടി നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണ്ടേ. ഇപ്പോൾ ബയോളജിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോഡുകളൊക്കെ നമുക്ക് വേണം അല്ലേ? അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് കോഡുകൾ, ടിപ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അതൊക്കെ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ചിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 26 ദെൻ അത് അവസാനിക്കുന്നത് ഫെബ്രുവരി 10. അപ്പോൾ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കാം, ഫെബ്രുവരി 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും സമയമുണ്ട്.
ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടും എൻ്റെ കുട്ടികൾക്ക് ബാക്കിയുള്ള റിവിഷൻ ചെയ്യാനും അവിടെ സമയം എടുക്കുന്നു. അപ്പോൾ അതും കൂടെ അല്ലാണ്ട് പരീക്ഷയുടെ തലേദിവസം പോയിട്ടല്ല നമ്മൾ ക്രാഷ് ബാച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്കിനി ആശ്വാസമായിട്ട് എക്സാം ഒക്കെ എഴുതാനുള്ള സമയം ഇനിയും ദേ ബാക്കി കിടക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചാൽ മിസ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളത്, അതിപ്പോൾ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മളിത് ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതായത് ഇതിന് ശരിക്കുള്ള ഫീസ് വരുന്നത് 999 ആണ്. ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് ക്രാഷ് ബാച്ചിന് 999 ആണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ എക്സാമിനറി ക്ലാസ്സുകൾ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അതിൽ ആക്ച്വലി നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് കുട്ടികൾ നല്ല നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത വർഷം നിങ്ങൾ നമ്മുടെ എക്സാമിനർ ഫാമിലിയുടെ കൂടെ തന്നെയാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് അടുത്ത നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിവിഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്രാഷ് ബാച്ചിൻ്റെ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത വർഷം നിങ്ങളിപ്പോൾ ബാച്ചിൽ എന്തായാലും ജോയിൻ ചെയ്യും. കാരണം ആ ഒരു എക്സാം ടൈമൊക്കെ ആവുന്ന സമയത്ത് അയ്യോ വേണം അല്ലേ പരീക്ഷയ്ക്ക് പഠിക്കണമല്ലോ മിസ് എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ കൂടിയിട്ട് നമ്മൾ എന്തായാലും ജോയിൻ ചെയ്യും. അപ്പം അങ്ങനെ അവിടുത്തെ ഫീസും കൊടുക്കണം, അതേപോലെ തന്നെ ക്രാഷ് ബാച്ചിൻ്റെ പൈസയും കൊടുക്കണം. അപ്പോൾ രണ്ടും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അവിടെ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇനി നമ്മളിപ്പോൾ മിസ് പറഞ്ഞല്ലോ ഇതാണ് നമ്മുടെ ഫീസ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഓൾറെഡി നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ശക്തി ബാച്ചിലുള്ള കുട്ടികളാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൻ്റെ 50% കുറച്ചുള്ള എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ശരിക്കും പറഞ്ഞതിൽ ഏതാ ബെറ്റർ. ഇപ്പോൾ നമ്മൾ ഈ ഒരു അടുത്ത വർഷം നമ്മുടെ 9ാം ക്ലാസ്സിലായാലും നമ്മുടെ എക്സാമിനർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അടുത്ത ഈ വർഷത്തെ ക്രാഷ് ബാച്ചിന് ഫുൾ എമൗണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ 50% കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ അതല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള, നമ്മുടെ പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തീരുമാനം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്പർ മിസ് പറഞ്ഞുതരാം. ഈ ഒരു നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ ഡീറ്റെയിൽ ആയി ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളിതേ തുടങ്ങിക്കഴിഞ്ഞു, ടീച്ചേഴ്സൊക്കെ ദേ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ക്രാഷ് ബാച്ച് നമ്മൾ അടിച്ച് പൊളിച്ച് തുടങ്ങാൻ പോവുകയാണ്. ഇത്തവണ നമുക്ക് നല്ല മാർക്ക് തന്നെ വാങ്ങിയേ പറ്റൂ. ഓക്കെ, ആ ഒരു വാശിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളിലേക്കും ആ ഒരു വാശിപ്പുറത്തല്ലേ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിലും നോ സീൻ, നമ്മൾ ഇനി ആയാലും നന്നായിട്ട് അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ആ ദൃഢനിശ്ചയത്തോടു കൂടെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.